ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് UCC ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിന്മേൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, രാജ്യത്താദ്യമായി UCC നടപ്പാക്കാനായി തയ്യാറെടുക്കുകയാണ് ഉത്തരാഖണ്ഡ്. പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ ദിവസം ഇതിന്റെ കരട് രൂപം എന്താണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡ് നിയമസഭയിൽ നിന്നുള്ള കാഴ്ചകൾ, വിവരങ്ങൾ? സുജയ, ഉത്തരാഖണ്ഡ് നിയമസഭയായിരിക്കും ഒരുപക്ഷെ ആദ്യം UCC നടപ്പാക്കാൻ പോകുന്ന ആദ്യം UCC നടപ്പാക്കാൻ പോകുന്ന നിയമസഭ എന്താണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ പുഷ്കർ സിംഗ് ധാമി ഇതുമായി ബന്ധപ്പെട്ട ബിൽ നിയമസഭയിൽ വെച്ചിരിക്കുന്നു. ഈ ബില്ലിൽ വലിയ രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് ഈ ബിൽ വെക്കുമ്പോൾ തന്നെ ജയശ്രീറാം വിളികളോടെയാണ് അദ്ദേഹം ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു ഈ ബില്ല് പാസ്സാക്കുന്ന നിയമസഭയായി തന്നെ ഉത്തരാഖണ്ഡ് നിയമസഭ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 8-ാം തീയതി വരെയാണ് പ്രത്യേക സമ്മേളനം അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ബില്ലിന്മേൽ ഇപ്പോൾ ചർച്ച അവിടെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ചർച്ച മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വിമർശനവും ഒപ്പം പ്രതിഷേധവും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നലെ തന്നെ UCC ബിൽ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം ഇന്നലെ വലിയ പ്രതിഷേധം അവിടെ നിയമസഭയിൽ ഉയർത്തിയിരുന്നു. പിന്നാലെ നിയമസഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് പോകുന്നൊരു കാഴ്ച കൂടി കണ്ടു. ഇന്നും ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ അവിടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. ചർച്ചകളിൽ കൃത്യമായ രീതിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പ്രതിഷേധിക്കുക എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഗുജറാത്ത് ഒപ്പം അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും UCC-യുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഉള്ളത്. ഉത്തരാഖണ്ഡ് നടപ്പാക്കുന്ന ഈ UCC ആയിരിക്കും ഒരുപക്ഷെ അവരൊരു കരടായി തന്നെ അല്ലെങ്കിൽ ഒരു മാതൃകയായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും 8-ാം തീയതിക്ക് മുൻപ് തന്നെ ഇത് പാസ്സാക്കാനുള്ള നീക്കമാണ് സഭയിൽ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന വിമർശനം ഉണ്ട്. ഇന്നിപ്പോൾ ബിൽ അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഉത്തരാഖണ്ഡിൽ പലയിടത്തും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ പ്രതിഷേധങ്ങൾ സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സംഘടന ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ച കൂടി എന്താണെങ്കിലും സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് UCC-യുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ഇന്നിപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബില്ലിന്മേലുള്ള ചർച്ച അവിടെ പുരോഗമിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ, ഇക്കാര്യത്തിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ വ്യക്തിഗത നിയമം, അത് അങ്ങനെയുള്ള ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് നിയമസഭ പാസ്സാക്കാൻ പോകുന്നു. അത് അംഗീകരിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറാൻ പോകുന്നു എന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ എല്ലായിടത്തേക്കും ഇത് കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തെക്കുറിച്ച് കൂടി ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറാൻ പോകുന്നത്. എത്രത്തോളം നിർണായകമാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ഈ നീക്കം? സുജയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP-യുടെ പ്രധാന പ്രചാരണവും ഒപ്പം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും ഒന്നായിരുന്നു ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത്. അത്തരത്തിൽ ഒരു സിവിൽ കോഡാണ് ഇപ്പോൾ, ഏകീകൃത സിവിൽ കോഡാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി ശേഷിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ബില്ല് നിയമസഭയിൽ എത്തി എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ഒരു ബില്ല് എത്തുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രതിഫലിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് BJP കേന്ദ്രങ്ങളിൽ ഇത് കൂടുതൽ പ്രചാരം നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ആവശ്യം, പ്രത്യേകിച്ച് UCC വേണം എന്നൊരു ആവശ്യവും നടപ്പാക്കുമെന്നൊരു പ്രഖ്യാപനവും ഒരുപക്ഷെ വരും തെരഞ്ഞെടുപ്പ് മുന്നോടിയത്തിന് നടത്താനുള്ള സാധ്യതയും ഉണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആസാമിൽ ഉൾപ്പെടെ ഇത് നടത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ നടത്തുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും BJP എക്കാലത്തും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടുത്തുന്ന വിഷയം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പുഷ്കർ സിംഗ് ധാമി ഇത് പ്രാവർത്തികമാക്കുമ്പോൾ, പ്രത്യേകിച്ച് ബിൽ കരട് രൂപം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവ് ഇൻ റിലേഷനിലുള്ള ദമ്പതികൾക്ക് തങ്ങളുടെ ബന്ധം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു കരാർ അടക്കം ഈ കരടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കരട് രൂപത്തെക്കുറിച്ച് പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കുന്നത് എന്താണ് നോബിൾ? വിവാഹം, അതോടൊപ്പം വിവാഹമോചനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഏകീകൃത സ്വഭാവം എന്താണെങ്കിലും ഇതോടുകൂടി തന്നെ കൈവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദാംശമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ പറയുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇക്കാര്യത്തിലെ കരട്, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഈ റിപ്പോർട്ടിലെ പ്രധാന ഘടകങ്ങളിൽ എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എന്താണെങ്കിലും ഇതിന്മേലുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏകവ്യക്തി നിയമം അത്തരത്തിൽ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു നിയമങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് വിവാഹമോചനം, ദത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായ ഏകീകൃത സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.